ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും രുചി നമുക്ക് പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തും പ്രധാനമാണ്. ഹെൽത്ത് ശരിയായിട്ടിരുന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം സുഗമമായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ, കൂടെ ഒരു ലൈക്കും കൂടി. കത്തിരിക്ക കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ടല്ലേ. എന്നാൽ കത്തിരിക്ക മസാല ഉണ്ടാക്കിയിട്ടുണ്ടോ? കത്തിരിക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ് കത്തിരിക്ക മസാല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ചെറിയ കത്തിരിക്കയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വലിയ കത്തിരിക്കയായാലും കുഴപ്പമില്ല, ചെറുത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ കത്തിരിക്കയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കത്തിരിക്കയെ പറ്റി അറിയാമല്ലോ, ഇത് കട്ട് ചെയ്താൽ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കറ പോവുകയില്ല, കറ അതിൽ തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. 2 ടൊമാറ്റോ കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നല്ല നാടൻ ടൊമാറ്റോയാണ്, അതുകൊണ്ട് ചെറുതായിട്ട് ഇതിൽ പുളിയുണ്ട്. അത് നല്ലതാണ് ഈ കത്തിരിക്ക മസാലയ്ക്ക്. ഇനി പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ചേർക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണയും മസാലയും കുറച്ച് ഉപയോഗിച്ച് നോക്കൂ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും കാണുകയില്ല. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകമിട്ട് പൊട്ടിച്ച ശേഷം സവാളയും ഉപ്പും ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി വെച്ചാൽ ഈ ടൊമാറ്റോയിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും. ഇനി ഇതിൽ മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇതിലിനി കത്തിരിക്ക ചേർക്കാം. കത്തിരിക്ക 3-4 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇതിനി മസാലയോടൊപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് അല്പം കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്തത്. ഇപ്പോൾ ഈ കത്തിരിക്കയുടെ നിറമൊക്കെ അല്പം മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ അല്പം വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, കത്തിരിക്ക പെട്ടെന്ന് തന്നെ വേകുന്നതാണല്ലോ. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് അടച്ചു വച്ചിട്ട് 5-6 മിനിറ്റ് വേവിക്കാം. ഇതിൽ വളരെ ഹെൽത്തിയായ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഫ്ലാക്സ് സീഡ്. പല അസുഖങ്ങൾക്കുമുള്ള പ്രകൃതിദത്തമായ മരുന്നാണ് ഫ്ലാക്സ് സീഡ്. നിരവധി ഗുണങ്ങളാണ് ഫ്ലാക്സ് സീഡ് കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളത്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ കൂടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ റാഗി ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലിട്ട് 3-4 വിസിൽ കേൾപ്പിച്ചാൽ മതി, നന്നായി വെന്ത് കിട്ടും. ഒരു സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. ഇതിനു മുമ്പ് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് പുട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ധാരാളം പേർ കണ്ടിരുന്നു. മധുരക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ചേർക്കാൻ പോകുന്നത് റാഗിയാണ്. ഇത് വറുത്ത റാഗിയാണ്. 1/2 കപ്പ് റാഗി എടുത്തതിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പമായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ റാഗിപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഇതിൽ അല്പം ഗോതമ്പ് പൊടി കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പരത്താനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ സ്വീറ്റ് പൊട്ടറ്റോ ഉള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു മധുരം ഉണ്ടാവും. അത് കാരണം ഇത് ചപ്പാത്തി ഉണ്ടാക്കിയാലും ഇത് റാഗിയാണെന്ന് അറിയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. 10 മിനിറ്റ് ഇതിരിക്കട്ടെ. ആ സമയത്ത് നമുക്കിതിൽ ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാം. ഫ്ലാക്സ് സീഡ് ചേർക്കാനുണ്ടല്ലോ.
ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ കറക്റ്റിന് വറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലാക്സ് സീഡ് ചേർക്കാം. മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു, മത്തങ്ങയും ചേനയും കൊണ്ട് ഫ്ലാക്സ് സീഡ് ചേർത്തൊരു കറി. അത് ധാരാളം ആൾക്കാർ കണ്ടിരുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല കളറായിട്ടിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ എരിവൊന്നും ഒട്ടും തന്നെ കൂടുതലില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കത്തിരിക്ക മസാലയാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. വളരെ എണ്ണ കുറച്ചാണല്ലോ ഇതുണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് ചോറ്, ചപ്പാത്തി, പൂരി, പൊറാട്ട എന്നിവയോടൊക്കെ ഒപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. അതും തേങ്ങ അരയ്ക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ചപ്പാത്തി റെഡിയാക്കാം. നല്ല എളുപ്പമാണിത്. നല്ല മാവ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. റാഗിയല്ലേ, കല്ലിൽ വെച്ച് പരത്തിയാൽ ഒട്ടിപ്പിടിക്കും. അതിനായിട്ട് ഒന്നുകിൽ ഇതുപോലുള്ള ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലയോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയുടെ പുറത്തോ വെച്ച് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ഒന്നുകിൽ ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ കൂടി വച്ചിട്ട് നമ്മുടെ റോളിംഗ് പിന്നുകൊണ്ട് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ചൂടായ തവയിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിത് ഒരു പാത്രം കൊണ്ട് കട്ട് ചെയ്ത് റൗണ്ടാക്കി എടുക്കുകയാണ്. ചൂടായ തവയിലിട്ട് ചുട്ടെടുക്കാം. ഒട്ടും തന്നെ ഇതിൽ എണ്ണയുടെയോ നെയ്യുടെയോ ഒന്നും ആവശ്യമില്ല. ചെറിയ ചൂടിൽ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കേണ്ടത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ഒരെണ്ണത്തിൽ നെയ്യ് ചേർക്കുകയാണ്. ഇതില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു ചപ്പാത്തി ചുട്ടെടുക്കാം. മധുരക്കിഴങ്ങും റാഗിയും ഒക്കെ ഡയബറ്റിക് പേഷ്യൻറ്റിന് അത്യുത്തമമാണ്. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡൈജഷന് നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ ഈ റാഗിയും സ്വീറ്റ് പൊട്ടറ്റോയും ഒക്കെ സഹായിക്കുന്നു. ഈ ഒരു ചപ്പാത്തിയിൽ മാത്രമേ ഞാൻ നെയ്യ് പുരട്ടുന്നുള്ളൂ. നെയ്യ് ആരോഗ്യത്തിന് നല്ലതാണ്. 1 സ്പൂണൊക്കെ ദിവസം കഴിക്കാവുന്നതാണ്. പക്ഷേ ബാക്കിയൊന്നും നെയ്യില്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ ഇടയിൽ റാഗി അങ്ങനെ കഴിക്കാറില്ല. എന്നാൽ അതിൻ്റെ കൂടെ ഇത്തരം സാധനങ്ങൾ കൂടി ചേർത്ത് ഉണ്ടാക്കി നോക്കിക്കേ, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ മധുരക്കിഴങ്ങ് റാഗി ചപ്പാത്തിയും കത്തിരിക്ക മസാലയും കൂടി ഒന്ന് കഴിച്ച് നോക്കിക്കേ, എന്ത് ടേസ്റ്റാണെന്ന്. ഇപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ സീസണാണ്. ഇഷ്ടംപോലെ മധുരക്കിഴങ്ങ് കിട്ടും. അത് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. വളരെ നല്ലതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.